ഞാൻ ഏറ്റവും കണ്ട ലീഡേഴ്സ് ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ MS ധോണിയാണ്. ക്യാപ്റ്റൻ കൂൾ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വിജയിച്ചാലും പരാജയപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒന്നാണ്. കപ്പ് നേടിയാലും അദ്ദേഹം ഓവറായിട്ട് അതിൻ്റെ ഒരു സന്തോഷമൊന്നും അദ്ദേഹം കാണിക്കാറില്ല. പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ട്, ഇതൊരു വെറും പരാജയമാണ്, അത് അടുത്ത മാച്ചിൽ നമുക്ക് വിജയിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇമോഷണലി എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല. അദ്ദേഹം ബാറ്റ്സ്മാനാണ്, ലോകത്തെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരുള്ള ഒരാൾ MS ധോണി തന്നെയാണ്. പക്ഷേ അദ്ദേഹം ബാറ്റ്സ്മാൻ, അദ്ദേഹം ഇറങ്ങുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് എല്ലാ അവസരം കൊടുത്ത് അവസാനം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് വെച്ചാൽ മത്സരം ചിലപ്പോൾ നമ്മൾ തോറ്റു പോകും എന്നൊക്കെ തോന്നുന്ന സമയത്ത് പുള്ളി ഇറങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ പുള്ളി മറ്റുള്ളവർക്ക് അവസരം കൊടുക്കും. അതിൽ ഫസ്റ്റ് വേൾഡ് കപ്പ് ക്രിസ്ത്യനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അത് അദ്ദേഹം കയ്യിലോട്ട് വാങ്ങിയിട്ട് ചെയ്തൊരു കാര്യം, അതെടുത്ത് വേറെ ആൾക്കാരുടെ കയ്യിലോട്ട് പുള്ളി അങ്ങ് മാറിക്കളഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ആലോചിക്കും വേറെ ആരെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിൽ അതും എടുത്തുകൊണ്ട് ഓടിയാണ്. പക്ഷേ ആ ഒരു ലീഡർഷിപ്പ് ശൈലി, ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്നത് ശരിയാണ്.